ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞതേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വന്ന വഴിയെ പാട്ട് വെക്കുന്ന ആളാണ് ഞാൻ, പക്ഷേ ഇന്ന് ഞാൻ പാട്ട് വെച്ചില്ല. ഈ വരുന്ന ഞായറാഴ്ച അന്നമോളുടെ കാറ്റിസം ക്ലാസ്സിൻ്റെ കുർബാനയാണ് പള്ളിയിൽ. ഒരു സ്കിറ്റ് ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻട്രോയും കൺക്ലൂഷനും പറയുന്ന കൊച്ചാണ്. പ്രാക്ടീസിന് 9 മണിക്ക് പള്ളിയിലെത്തണം. അപ്പോൾ അതിന് വേഗം റെഡിയാവാണ്. എല്ലാവരും കൂടി പാചകം ചെയ്തതുകൊണ്ട് കുക്കർ ഒരിടത്ത്, കുക്കറിൻ്റെ മൂട് ഒരിടത്ത്, പയറൊരിടത്ത്, പരിപ്പ് ഒരിടത്ത്, എല്ലാം ഇങ്ങനെയാണ്. എല്ലാം തപ്പിപ്പിടിച്ചെടുത്ത് ഞാൻ കറിയാക്കുകയാണ്. പരിപ്പ് വേണോ പഴം വേണോ പുട്ടിനെന്ന് ചോദിച്ചപ്പോഴത്തേനും കടല മതിയെന്ന്. അപ്പം ഞാൻ വേഗം പയറെടുത്തു. അല്ല പിന്നെ ഒന്നും ഇടാണ്ടാണ്, അതായത് ഉപ്പൊന്നും ഇടാണ്ടാണ് പയറ് വേവിക്കണത്. അപ്പോൾ കൊച്ചിനും കുറച്ചെടുത്ത് മാറ്റാമല്ലോ ചോറിലിട്ട് കൊടുക്കാൻ വേണ്ടി. പാല് ഭയങ്കര ഫ്രീസായിരുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചത് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അന്നമോള് പഠിച്ചതൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ. പുട്ടിന് കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നനവ് നല്ല കറക്റ്റായിട്ട് കിട്ടും. അടുക്കളയിലെ തട്ടുമുട്ടും അന്നമോളുടെ പഠിപ്പൊക്കെ കേട്ടപ്പോഴത്തേനും കൊച്ചെണ്ണീറ്റ് വന്നു. കാത് കുത്തിയിട്ട് എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലടാ, കഴിഞ്ഞ ദിവസം കയ്യിലെ കരിവളം ഒന്ന് കുടുങ്ങി വലിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം തന്നെ വളം ഊറ്റിട്ട് ഞാൻ ആ മേശയുടെ മൂലക്ക് വെച്ചിട്ടുണ്ട്. തേങ്ങ പൊട്ടിക്കുന്ന വടി പോലും എവിടെയാണെന്ന് ഞാൻ തപ്പിപ്പിടിച്ചാണ് ഇന്ന് എടുത്തത്. വേഗത്തിൽ ഇച്ചിരി തേങ്ങ ചിരണ്ടി എൽസുവിനെ അന്നമോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ നേരം കൊണ്ട് പയറ് കറിയൊക്കെ ആക്കി. പിന്നെ ചേട്ടൻ കൊണ്ടുപോയി അന്നേനെ സ്കൂളിലാക്കി, അതായത് പള്ളിയുടെ അവിടെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. വേഗത്തിൽ പുട്ടുണ്ടാക്കി. 1 മണിക്കൂറേ ഉള്ളൂ കുഞ്ഞിന് പ്രാക്ടീസ്. ആ നേരം കൊണ്ട് ഞാൻ എൽസുവിനെ കുറച്ച് നേരം പാലൊക്കെ കൊടുത്ത് കളിപ്പിച്ചു. ജോക്കുട്ടനെയൊക്കെ വിളിച്ച് എണ്ണീപ്പിച്ചു. ചേട്ടൻ അന്ന് പോയപ്പോൾ കൊണ്ടുവന്ന കാപ്പിയുടെ പാക്കറ്റിൽ കംപ്ലീറ്റ് പൊടിയായിട്ടല്ല, എല്ലാം സാഷേ പാക്കറ്റ്സ് ആണ്. മണത്ത് നോക്കിയപ്പോൾ എനിക്ക് കോഫി മെഷീനിലൊക്കെ കാപ്പി കുടിക്കുകയല്ലേടാ, അങ്ങനെ ഒരു സ്മെല്ലാണ് ഫീൽ ചെയ്തത്. പുട്ടൊക്കെ തള്ളി മറിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. പുട്ടിന് പയറ് കൂട്ടി കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇരിക്കുന്ന പയറ് തീരണ്ടേ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. രാവിലെ തന്നെ ഓരോ കാപ്പി കുടിക്കുകയാണ്. പിള്ളേർ വന്നു കഴിയുമ്പോൾ അവർക്കും കൊടുക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും 1000 നന്ദി കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.